അമ്മ നിസ്സാര കാര്യത്തിനൊക്കെ അമ്മ തല്ലുന്നത്. ചെവി അടിച്ചപ്പോ തല്ല്, ചെവി മൂളിക്കൊണ്ടിരിക്കുക. അമ്മ കറിക്ക് ഇത്തിരി പൊടിയാലും അല്ലെങ്കിൽ ഇച്ചിരി പൊടി എവിടെയും കണ്ട് അപ്പ അടിക്കുക. എനിക്ക് പറ്റണില്ല അമ്മ, അതുകൊണ്ട് അമ്മ പറയണം പ്ലീസ്. ഞാൻ ബാത്റൂമിൽ കയറി സംസാരിക്കുന്നത്. എൻ്റെ മോളെ, കുടുംബജീവിതം ആകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഒരു ഭർത്താവ് തല്ലിയും പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ജീവിതം ഉപേക്ഷിക്കുക. നീ കൊച്ചിനെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? 4 വയസ്സുള്ളൂ, അവനെയും കൊണ്ട് എവിടെ പോയി ജീവിക്കാന്ന് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് വരാന്നോ? അമ്മ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്ടൊന്നും അല്ല അമ്മ. അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ്റെ അടുത്ത് പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയതാ തല്ല്. ഞാൻ എന്തോരം പറയണം ശ്രമിച്ച് ഞാൻ നിന്നാ, പക്ഷെ പറ്റില്ല. എന്നെ ഇവിടെ തല്ലിക്കൊല്ലും അമ്മ. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നെ നിനക്കൊരു അനീതി ഉണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടോ? അവൾക്ക് നാളെ വല്ല ഒരു കല്യാണത്തിന് വരുമ്പോൾ ആ കൊച്ചിന്റെ ചേച്ചി ഇവിടെ വീട്ടിൽ ഡിവോഴ്സ് ആയി വന്ന് നിൽക്കുന്ന അറിയ ചീത്തപ്പേരാ. നിന്റെ അനിയത്തിയുടെ ജീവിതം കൂടെ നശിപ്പിക്കാനാണ് നീ ഇറങ്ങി പുറപ്പെടുത്തുന്നത്. ഇതിന് കൂടുതൽ ഞാനൊന്നും പറയാനില്ല. കുറെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. കുടുംബജീവിതം ആകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാ പഠിക്കണ്ടേ. അല്ലാണ്ട് തൊട്ടേനും പിടിച്ചതിനും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പുറപ്പെടാതെ നിന്നാൽ അതിനേ നേരം കാണും. നിനക്കറിയാലോ ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവം എന്നായിരുന്നു. ഇപ്പൊ ഈ വയസ്സായപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയത്. അല്ലെങ്കിൽ ചോരത്തിളപ്പിന്റെ സമയത്ത് കള്ളും കുടിച്ചു വന്ന് എന്നെ എന്തോരം അടിക്കുമായിരുന്നു. ഞാൻ അന്ന് അച്ഛനെ ഉപേക്ഷിച്ച് നിന്നെ അനിയത്തിയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുന്ന് സംസാരിച്ച് തീരാവുന്നേ ഉള്ളൂ. അടിക്കണ്ട, നീ അവനോട് പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലാണ്ട് ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നത്. ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ശരി, അതെ, ഇവിടെ മഴ വരാൻ പോവാ. നീ ഇത് ഇവിടെ മൊത്തം തുണി ഇട്ടേക്കണൊക്കെ നനയുവാ. ഞാനിതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ശരി എന്നാട്ടോ.